ഹായ് ഗായ്സ്, ഞാനിന്ന് വന്നിട്ടുള്ളത് ഞങ്ങളുടെ ലാബ് ടൂറുമായിട്ടാണ്. അപ്പോൾ ഞങ്ങളുടെ ബോട്ടണി ലാബിൽ എന്തൊക്കെയാണ് ഉള്ളതെന്നാണ് കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത്. ആദ്യം നമ്മൾ ആ ഡോറൊക്കെ തുറന്ന് ചെല്ലുമ്പോൾ തന്നെ സൈഡിലൊരു ഡോർ ഉണ്ടാവും. ആ റൂമിലാണ് ഞങ്ങൾ സ്പെസിമെൻസ് ഒക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത്. കബോർഡിൽ ഓരോന്നായിട്ട് ജിംനോസ്പേം, ആൻജിയോസ്പേം, ബ്രയോഫൈറ്റ് അങ്ങനെ ഓരോന്നായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഫൈക്കോളജിക്കുള്ള സ്പെസിമെൻസ് വേറെ, അങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഷെൽഫിൽ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് നല്ല ഭംഗിയിൽ വെച്ചിട്ടുണ്ടാവും. അപ്പോൾ പണ്ട് മുതലേ ഉള്ള സ്പെസിമെൻ ആയതുകൊണ്ട് ചിലതൊന്നും കണ്ടാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല. അപ്പോൾ നല്ല എല്ലാം ഫോർമാലിലും പ്രിസർവ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഇതാണ് ഞങ്ങൾ സ്പെസിമെൻ ഐഡൻറ്റിഫിക്കേഷനും അതുപോലെ തന്നെ സെക്ഷൻ എടുക്കാനൊക്കെ ഉപയോഗിക്കുന്നത് ഈ മെറ്റീരിയൽസാണ്. പിന്നെ അല്ലാന്നുണ്ടെങ്കിൽ ഫ്രഷ് ഞങ്ങൾ പുറത്തുനിന്ന് വേറെ കൊണ്ടുവന്നിട്ട് അങ്ങനെയും ഞങ്ങൾ ചെയ്യും. അപ്പോൾ അതാണ് ഇവിടെ ഉള്ളത് മുഴുവൻ. ചിലതൊക്കെ പഴയതായിട്ട് തുരുമ്പെടുത്ത് പോയതാണ് പുറത്തൊക്കെ എടുത്ത് വെച്ചിട്ടുള്ളത്. നല്ല നല്ല കുറേ സ്പെസിമെനും ഉണ്ട്, അല്ലാത്തതും ഉണ്ട്. ഇങ്ങനെ ഓരോ സെക്ഷൻ ആയിട്ട് അടുക്കി വെച്ചേക്കുവാണ് ചെയ്യുന്നത്. കണ്ടോ, ഓരോന്നോരോന്നായിട്ട് നല്ല ഭംഗിയിൽ ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഞങ്ങളുടെ അവിടെ കുറേ കബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇത് ഞങ്ങളുടെ അലമാരയാണ്. ഈ അലമാരയുടെ ഉള്ളിലാണ് എല്ലാ മൈക്രോസ്കോപ്പും വെച്ചിട്ടുള്ളത്. സിമ്പിളും കോമ്പൗണ്ടും ഒക്കെ തന്നെയുണ്ട്. ഞങ്ങൾ കൂടുതലും കോമ്പൗണ്ട് മൈക്രോസ്കോപ്പാണ് ഉപയോഗിക്കുന്നത്, ഇലക്ട്രിക് മൈക്രോസ്കോപ്പാണ് ഉപയോഗിക്കുന്നത്. ഇത് ഇങ്ങനെ കുത്തിയിട്ടതിന് ചാർജറൊക്കെ ഉണ്ടാകും. കുത്തി കഴിഞ്ഞ് ലൈറ്റൊക്കെ നല്ലപോലെ വരും. അപ്പോൾ നമുക്ക് നന്നായിട്ട് നല്ല ക്ലിയർ ആയിട്ടുള്ള വിഷൻ കിട്ടുന്ന സാധനം. അപ്പോൾ ഓരോരുത്തർക്കും ഓരോന്ന് അലോട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അലമാരയാണിത് ഇവിടെ ഉള്ളത്. പിന്നെ അല്ലാതെ കുറേ സെക്ഷനായിട്ട് കുറേ അലമാരകളും കാര്യങ്ങളും. ഇത് ഫ്രിഡ്ജാണ്. ഇതിൽ ഞങ്ങൾ ചില്ല് ചെയ്ത് വെക്കാനുള്ള സാധനങ്ങളൊക്കെ ഞങ്ങൾ അതിൻ്റെ ഉള്ളിലാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. പിന്നെ അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ഒരു ഹോട്ട് എയർ ഓവൻ ഉണ്ട്. നമുക്ക് സ്റ്റെറിലൈസ് ചെയ്യാനോ അങ്ങനത്തെ മറ്റാവശ്യങ്ങൾക്കൊക്കെ നമ്മൾ ആ ഓവനാണ് ഉപയോഗിക്കുന്നത്. പിന്നെ അത് മൈക്രോ സ്ലൈഡ് ക്യാബിനറ്റാണ്. പിന്നെ ഇവിടെ കോണിക്കൽ ഫ്ലാസ്ക്, ബീക്കർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഷെൽഫിൽ നല്ല ഭംഗിയിൽ അടുക്കിയിട്ട്. പിന്നെ സ്റ്റാൻഡേർഡ് ഫ്ലാസ്ക് വെച്ചിട്ടുണ്ട്. നമ്മൾ BOD അനാലിസിസ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ എടുത്ത് വെച്ചിട്ടുള്ളത്. പിന്നെ ഇത് കുറേ കെമിക്കൽസാണ്. നമ്മൾ പ്രിസർവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഫോർമാൽഡിഹൈഡ് ആവശ്യമാണ്. അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മൾ കൂടുതലും യൂസ് ചെയ്യുക, ഫോർമാലിനൊക്കെ. പിന്നെ അസറ്റിക് ആസിഡ്, സൾഫ്യൂരിക് ആസിഡ്, അസറ്റോൺ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് എപ്പോഴും വേണ്ട കുറേ കെമിക്കൽസ് അവിടെ അടുത്ത് തന്നെ വെച്ചിട്ടുണ്ടാവും. പിന്നെ ഇത് വെയിങ് ബാലൻസ് ആണ്. നമുക്കിതിൽ വെയിറ്റ് എടുക്കാനുണ്ടെങ്കിൽ നമ്മളിതിലാണ് വെയിറ്റ് എടുക്കുന്നത്. അങ്ങനെ പിന്നെ കുറേ കബേർഡ്സ് നമ്മൾ പ്ലാന്റ് ബ്രീഡിങ് ഉപയോഗിക്കുന്ന സാധനങ്ങളാണ്. പിന്നെ അതിൻ്റെ അപ്പുറത്തെ കബോർഡിൽ ഇതേപോലെ ഒരു ബാസ്ക്കറ്റിൽ കുറേ ഗ്ലാസ് സാധനങ്ങളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്, കുറേ പെട്രി ഡിഷ് കാര്യങ്ങളൊക്കെ. പിന്നെ ഒരു വാഷ് ബേസിൻ ഉണ്ട്. നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും അത്യാവശ്യം ഒന്ന് കൈ കഴുകാനൊക്കെ വേണമെങ്കിൽ അത് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെയും ഇത് തന്നെയാണ് അവിടെ നല്ല ഭംഗിയിൽ അടുക്കി വെച്ചിരിക്കുന്നത്. അതാണ് മെയിൻ ആ റൂമിൻ്റെ ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത് സ്പെസിമെൻസ് ആണ്. പിന്നെ ഞങ്ങൾ നാളെ DNA ഐസൊലേഷൻ ആൻഡ് ജെൽ കാസ്റ്റിംഗ് ആണ് ചെയ്യുന്നത്. അങ്ങനെ ഒരു എക്സ്പെരിമെൻറ്റ് ഞങ്ങൾ നാളെ ചെയ്യാൻ പോകണം. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാ സാധനങ്ങളും പ്രോപ്പറായിട്ട് ഇൻഡിവിജ്വലി ഓരോ ടേബിളിൽ അറേഞ്ച് ചെയ്ത് വെക്കണം. പിന്നെ അതൊക്കെ ക്ലീൻ ചെയ്ത് എല്ലാവരും ഓർഡറായിട്ട് അറേഞ്ച് ചെയ്ത് വെക്കണം. അതിൻ്റെ തിരക്കിലാണ് ഞങ്ങളെല്ലാവരും. അപ്പോൾ എല്ലാവരും കഴുകി അവർക്ക് അലോട്ട് ചെയ്തിട്ടുള്ള ഡിഷുകളും വെസൽസും ഒക്കെ കഴുകി, ടെസ്റ്റ് ട്യൂബ്, ബീക്കർ അതൊക്കെ കഴുകി വെക്കുകയാണ് എല്ലാവരും. ഇൻഡിവിജ്വലി ഓരോരുത്തർക്കും അത് അറേഞ്ച് ചെയ്ത് വെക്കാനുണ്ട്. ഇതാണ് പിസ്റ്റൽ ആൻഡ് മോർട്ടാർ. ഇത്രയും സാധനങ്ങളാണ് നമുക്കത് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ട് ഉള്ളത്. ഇതിൽ കുറേ സാധനങ്ങളുണ്ട്. നമ്മൾ ഈ എക്യുപ്മെൻറ്റ്സാണ് നമുക്ക് മെയിനായിട്ട് വേണ്ടത്. ഈ മെറ്റീരിയൽസ് ഒക്കെ ഉപയോഗിച്ചാണ് നമ്മൾ എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നത്. അതിൽ പെട്രി ഡിഷ്, പിന്നെ ബീക്കേഴ്സ് ഉണ്ട്, പിന്നെ ടെസ്റ്റ് ട്യൂബുകളുണ്ട്, പിസ്റ്റൽ മോർട്ടാറുണ്ട്. അതിൽ നല്ലപോലെ ഇങ്ങനെ ഗ്രൈൻഡ് ചെയ്താൽ നമുക്ക് പ്രോപ്പറായിട്ട് DNA ഐസൊലേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. പിന്നെ ചിലർക്ക് സൈഡിൽ ട്യൂബും ചിലർക്ക് ഒരു ഹൊറിസോണ്ടൽ സാധനമായിരിക്കും ഉണ്ടാവുക. വെർട്ടിക്കൽ ജെൽ കാസ്റ്റിംഗ് ചെയ്യുന്നവർക്കാണ് ആ ഒരു എക്സ്ട്രാ ട്യൂബ് ഈ ഒരു സ്റ്റാൻഡിലുണ്ടാവുക. അല്ലാത്തവർക്ക് നോർമൽ ഇതേപോലെ ഒരു ഹൊറിസോണ്ടൽ ചെയ്യാൻ വേണ്ടി, ജെൽ കാസ്റ്റിംഗ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എക്യുപ്മെൻറ്റാണ്. പിന്നെ ഇത് കോമൺ ആയിട്ട് വെക്കുന്ന കുറേ ടൂൾസാണ് നമുക്ക് യൂസ് ചെയ്യാനുള്ള. എല്ലാവർക്കും കൂടെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെയാണ് ഈ ഫ്രണ്ട് ഡെസ്കിൽ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ അത്രയ്ക്കാണ് നമ്മുടെ അറേഞ്ച്മെൻറ്റ്. പിന്നെ ഇതിങ്ങനെ നല്ലപോലെ ഗ്രൈൻഡ് ചെയ്യണം. അതാണ് പിസ്റ്റൽ ആൻഡ് മോർട്ടാറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉപയോഗം. ഈ സാധനം ഇല്ലാതെ ഈ പ്രോസസ്സ് നടക്കത്തേ ഇല്ല. അപ്പോൾ ഞങ്ങളെല്ലാവരും അറേഞ്ച് ചെയ്യുന്നതിൻ്റെ തിരക്കിലൊക്കെയാണ്. അപ്പോൾ നാളെ നമുക്ക് കാണാം എന്താ നമ്മൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഉള്ളത്. പറ്റുകയാണെങ്കിൽ ഞാൻ വീഡിയോ എടുത്ത് എല്ലാവരും കാണിക്കാം. അപ്പോൾ ഓക്കെ, ടാറ്റാ, ബൈ ബൈ.